ഹായ് ഓൾ, ഇന്ന് വൈകുന്നേരം നമ്മൾ കൂടും കൊടുക്കെ എടുത്ത് പോകുന്നത് സിസിജിയിലേക്കാണ് മാംഗ്രോവ്സ് കാണാനായിട്ട്. ആലൻ്റെ ജോലി എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതിതിൽ കാണാം. ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലും ഇതിൻ്റെ നടുക്കുള്ള റോഡിലൂടെയാണ് നമ്മൾ സിസിജിയിലേക്ക് പോകുന്നത്. ഒരു സോളാർ അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സിൻ്റെ ടൈമിൽ 3 സെലസ്റ്റിയൽ ബോഡീസ് ഒരു നേർരേഖയിൽ വരുന്നതിനെയാണ് സിസിജി എന്ന് പറയുന്നത്. ഇവിടെ കായലിൻ്റെയും കടലിൻ്റെയും നടുക്ക് ഇത്തിരിക്കര. അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടിക്ക് അളിയൻ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. പരവൂർ പാലം ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രെയിൻ അതിലേ പോകണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതും നടന്നു. സിസിജി ആലൻ്റെ അളിയൻ്റെ ഡ്രീം കം ട്രൂ ആണ്. ഡാരിലും ഡെല്ലയും കഴിഞ്ഞാൽ അളിയന് സിസിജിയാണ്. ഇവിടുത്തെ സീനിയർ ഗൈഡാണ് ആലൻ. ഈ ബോട്ട് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കെട്ടിയവനാണ്. കൂടെയുള്ളത് രണ്ടുപേരും ആലൻ്റെ കസിൻസ് ആണ്. ലിജു ആണ് ഈ ട്രെയിനിൻ്റെ സമയമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരും, ക്യാമറ റെഡിയാക്കിക്കുമെന്ന്. 2 hours നീണ്ടു നിൽക്കുന്ന ഈ ഒരു മാംഗ്രോവ് ട്രിപ്പിലെ മറ്റൊരു അട്രാക്ഷൻ ഈ ബേർഡ്സ് ആണ്. ട്രോപ്പിക്കൽ ബേർഡ് സ്പീഷീസിലെ ദ സ്മോളസ്റ്റ് വൺസ്, വൈറ്റ് ടെയിൽഡ് ട്രോപ്പിക്കൽ ബേർഡ്സ്. മാംഗ്രോവ്സ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് ഇൻഡീഡ് എ വിഷ്വൽ ട്രീറ്റ്. ഈ കാണുന്നതിൽ പല കയാക്സും സിസിജിയുടെ തന്നെയാണ്. നമ്മളിപ്പോൾ ബോട്ടിംഗ് ട്രിപ്പ് ചൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ഇഫ് യു ആർ സംവൺ ഹു ലൈക്സ് ടു പാഡൽ, എസ്പെഷ്യലി കുറച്ച് ദൂരമൊക്കെ പാഡൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സിസിജിയിൽ സിംഗിൾ സീറ്റേഴ്സ്, ഡബിൾ സീറ്റേഴ്സ് അങ്ങനെ കയാക്സും അവൈലബിൾ ആണ്. അണ്ടർ ദിസ് സ്ക്രോച്ചിങ് സൺ ഇതിനകത്തോട്ട് കയറിയാൽ നമ്മൾ ഈ മുറിയിലൊക്കെ കയറി AC ഓൺ ചെയ്തൊരു ഫീലാണ് കിട്ടുന്നത്. ത്രൂ ഔട്ട് ദ വേൾഡ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദെയർ ആർ അറൌണ്ട് 50 to 80 സ്പീഷീസ് ഓഫ് മാംഗ്രോവ്സ്. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ കൊല്ലം ഡിസ്ട്രിക്ട് പരവൂരിലെ നെടുങ്കോളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാംഗ്രോവ് ഫോറസ്റ്റിലാണ്. ഇവിടുന്ന് വർക്കലേക്ക് ഒരു 18 കിലോമീറ്റർ ഉണ്ടാവും. കൊളീഷൻ വല്ലതും നടന്നിട്ട് സ്കിപ്പർ താഴെ പോവുകയാണെങ്കിൽ എൻജിൻ ഓഫ് ആവാനും കപ്പിത്താനെ ബോട്ടിനൊപ്പം തന്നെ കൊണ്ടുവരാനായിട്ടുമാണ് ഈ ഒരു റെഡ് ടാഗ്. കായലിന്റെ ഒത്ത നടുക്ക് ഒരു അമ്പലമുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഈ നടയുടെ അകത്തുള്ളത് ചിത്തൻ തമ്പുരാനാണ്. ദൂരത്ത് നിന്ന് നോക്കിയാൽ ഗണപതിയുടേതെന്ന് തോന്നിക്കുമെങ്കിലും അതിനകത്തിരിക്കുന്ന ശിലയുടെ രൂപം അതല്ല. മാടൻ തമ്പുരാൻ എന്നുകൂടെ വിളിപ്പേരുണ്ട്. A deity who is said to have been created by Lord Shiva, an ancestral guardian spirit, കാവൽ ദൈവം. ഇവിടുത്തെ ഈ വിളക്ക് തെളിയിക്കാൻ എല്ലാ ദിവസവും തോണിയിൽ ഒരാൾ വരാറുണ്ട്. ചിത്തൻ തമ്പുരാനെ ഒന്ന് വലം വെച്ചിട്ട് മാംഗ്രോവ്സ് എന്ന സിസിജിയിലേക്കുള്ള മടക്കയാത്രയിലാണ് നമ്മൾ. അസ്തമിക്കുന്ന സൂര്യന് കുറുകെ പക്ഷി പറന്നു പോകുന്നതിലും ഭംഗിയുണ്ട് ട്രെയിൻ പോകുന്നത് കാണാൻ. 6 മണിക്കും 6:30ക്കും ഇടയിൽ നമ്മൾ തിരിച്ച് കരയിലേക്ക് എത്തണം. പിന്നീട് അങ്ങോട്ട് മീൻ പിടിക്കാൻ പോകുന്നവരുടെ സമയമാണ്. മനോഹരമായ മറ്റൊരു സായാഹ്നം ഇവിടെ അവസാനിക്കുന്നു. ജോർജേട്ടൻ ഞങ്ങളെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സിസിജിക്ക് നേരെ എതിർവശത്ത് പരവൂർ ബീച്ചാണ്. അവിടുന്ന് ഒരു സുണ്ടലൊക്കെ മേടിച്ചിട്ട് തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് ഞങ്ങൾ 3 ചായ കുടിച്ചു. ആലനും ജോർജേട്ടനുമുള്ള സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് തിരിച്ച് സിസിജിയുടെ റൂഫ് ടോപ്പിലേക്ക്. ബുക്കിംഗ്സിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ യൂസ് ചെയ്യാം. തരാനായിട്ട് എൻ്റെ കയ്യിൽ കോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് നെറ്റ്വേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കാര്യം ഞാൻ ആലോചിക്കാം. അപ്പോൾ നാളെ കാണാം. ബൈ.